സഹോദരി സഹോദരന്മാരെ, ഈ എല്ലാ കൊല്ലവും ഈ ഹിന്ദു മഹാസമ്മേളനം ഇവിടെ നടക്കുകയും അത് ഹിന്ദു നവോത്ഥാന പ്രക്രിയയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ പങ്കെടുത്തതെന്നുള്ള എൻ്റെ അനുഭവം. ഇത്തരത്തിൽ ആശയപരമായ രംഗത്ത് മാനവരാശിക്ക് മുമ്പിൽ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ, ജീവിത രീതി എന്ന നിലയിൽ, ആത്മീയ ചൈതന്യമെന്ന നിലയിൽ ഉയർത്തിക്കാട്ടാൻ ഭാരതീയതയ്ക്ക് സാധിക്കുമ്പോൾ അതിൻ്റെ നാമധേയമാണ് ഹിന്ദുത്വം. ആ ഹിന്ദുത്വം നെഞ്ചിലേറ്റാനും അവിടെ സുസ്ഥിരപ്രതിഷ്ഠ നടത്താനും അതോടൊപ്പം തന്നെ മുഷ്ടി ചുരുട്ടി ആ ധർമ്മത്തിന് വേണ്ടി മുന്നോട്ട് പോകാനുമുള്ള ദൃഢനിശ്ചയത്തിൻ്റെ പ്രതിഫലനമായി തീർച്ചയായും ഈ സംരംഭത്തെ ഞാൻ കാണുകയാണ്. അചഞ്ചലമായ ഹൈന്ദവ നവോത്ഥാന പ്രക്രിയയ്ക്ക് മുമ്പിൽ ലോകം ഇന്ന് നമ്മിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു ചെറിയ ഒരു മേഖലയെപ്പറ്റി മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാം. എന്നോടിവിടെ ഗോപാൽജി പറഞ്ഞത് 2 വിഷയങ്ങൾ തന്ന് അതിലൊരു വിഷയത്തിൻ്റെ പേരിൽ സംസാരിക്കണം, ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ 2 വിഷയങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമഗ്രതയാണ് ഹിന്ദുത്വ ദർശനത്തിൻ്റെ കാതൽ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഒരു 3 മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ച് ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനോട് 100% നീതി പുലർത്താൻ സാധിക്കണം. എനിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടി അനുമതിയോട് പൊതുവായ കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങോട്ടാണ് മാനവരാശി? ലോകത്ത് നമ്മുടെ ഭാരതീയ സമൂഹം ഒഴികെ മറ്റെല്ലാ സമൂഹങ്ങളിലും, അത് സെമിറ്റിക് മതങ്ങളായാലും ബുദ്ധിസ്റ്റ് വിശ്വാസങ്ങളായാലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും സെൻസസ്, ഏറ്റവും ഒടുവിലായി വന്ന സെൻസസ് പരിശോധിച്ചാൽ, അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ ആരും തയ്യാറായിട്ടില്ലെങ്കിലും അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആശങ്കയോടെ, വേദനയോടെ കാണുന്ന ഒരു കാര്യം, ഈശ്വര വിശ്വാസത്തിൽ നിന്നും ഓരോ രാജ്യത്തെയും പ്രബലമായ ഒരു വിഭാഗം മാറി നിൽക്കുന്നു എന്നാണ്. അതിന് അപവാദമായ, എക്സെപ്ഷനായ, അത് നടക്കാത്ത ഒരേ ഒരു രാജ്യം ഈ ഹിന്ദുസ്ഥാനമാണ്. അമേരിക്ക എടുത്താൽ നോക്കിക്കോളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടാണ് പറയുന്നത്. അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 23% ജനങ്ങൾ, അവർ പറയുന്നു, അധീഷ്ഠികളാണ്. 4-5 കോളമുള്ളതിൽ അധീഷ്ഠികളായിരിക്കാൻ, ഈശ്വരവിശ്വാസത്തെ നിരാകരിക്കുന്നവരായി ആ കാറ്റഗറിയിലാണ് അമേരിക്കയിലെ 23% ജനങ്ങൾ ഇപ്പോഴുള്ളത്. ബ്രിട്ടനിലത് 43%ആണെന്നാണ് ഞാനത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ജപ്പാനിൽ 61% ജനങ്ങൾ ആ കാറ്റഗറിയിലേക്കാണ് മാറുന്നത്. ചൈനയിൽ അറിയാം, അവിടെ സ്വാഭാവികമാണ്, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ആളുകൾ പേടിച്ചിട്ടാകാം. ഏതായാലും 78% ജനങ്ങൾ ഈശ്വരവിശ്വാസത്തിന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് അവരോട് സെൻസസ് എടുക്കുമ്പോൾ ആ കാനേഷുകുമാരിയുടെ കണക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. റഷ്യ, ഫ്രാൻസ്, അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളുടെ കണക്കുകൾ കാണാൻ സാധിക്കും. ഇസ്ലാമിക രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ കണക്ക് എനിക്ക് ലഭ്യമാകാത്തതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ
നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഒടുവിലായി നടന്ന സെൻസസ്, ആ സെൻസസ് 2011 നടന്നത്. അതിൻ്റെ കണക്ക് നിങ്ങൾ ഇപ്പം ഇന്ന് പോയി നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 1%, 0.5%, 0.25% പോലും ദൈവത്തെ നിരാകരിക്കുന്ന ആളുകൾ ഇല്ലാത്ത, ആത്മീയതയെ അടിസ്ഥാനപ്പെടുത്തിയ സമൂഹമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. 78% ഒരു വിഭാഗം, 16 ഇപ്പോൾ 19, 20 ഒക്കെ ആയിട്ടുണ്ടാവും. വേറൊരു ശതമാനം 3% താഴെ. പഞ്ചാബിലുള്ള ഒരു സമൂഹം 1.63. ഇതെല്ലാം പരിശോധിച്ചാൽ അവസാനത്തെ കള്ളി ഓരോ ഇന്ത്യൻ പൗരനെയും കണ്ടെടുത്ത കണക്കനുസരിച്ച് അവസാനത്തെ കളിയിൽ 3 വിഭാഗങ്ങളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നു. ഒന്ന് അധീഷ്ഠ്, ഇല്ല ദൈവവിശ്വാസമില്ല ഉള്ളവർ. രണ്ടാമത്തേത് മറ്റുള്ള ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന, അതുകൊണ്ട് ആത്മീയതയല്ല എന്നുള്ള വിശ്വാസികൾ. മൂന്നാമത്തേത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാത്തവർ. അത് നോക്കിയാൽ ഇന്ത്യയിലെ 100% ആളുകളിൽ 1% ഇല്ല, 1% ഇല്ല, 0.5% ഇല്ല, 0.25% ഇല്ല, വെറും 0.22 മാത്രമാണ് അതിലുള്ളത്, ഈ വിഭാഗത്തിൽപ്പെടുന്നത്. ഇത് തന്നെയാണ് മാനവരാശിക്ക് മുമ്പിൽ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രഭാവമായി ഒരു ജനതതി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് എത്തി നിൽക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. ഇതെത്ര ആളുകൾ ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് 52-ൽ സർവപ്പള്ളി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പം ജർമ്മൻകാരനായ പത്രപ്രവർത്തകൻ ചോദിച്ചു, സർ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ടു ദ വേൾഡ്? ലോകത്തിന് ഭാരതത്തിൻ്റെ, അങ്ങയുടെ ഉപരാഷ്ട്രപതിയായ അങ്ങയുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ ഉത്തരം അദ്ദേഹം പറഞ്ഞത്, ദ സ്പിരിച്വാലിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആത്മീയതയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മാനവരാശിക്കുള്ള സംഭാവന എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പം മന്വന്തരങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാസംസ്കാരം, എത്രയെത്ര വെല്ലുവിളികളെ നൂറ്റാണ്ടുകളായി, 1000 കൊല്ലങ്ങളായി, 10,000 കൊല്ലങ്ങളായി കടന്നു വന്ന ഒരു മഹാസംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ അടിവേര് അതിനെ തകർക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്ന് തെളിയിച്ച ഒരു എക്സെപ്ഷണൽ കൺട്രിയായി, ഒരു വിശ്വാസമായി നമുക്ക് ഹിന്ദുത്വത്തെ കണക്കാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലികമായ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമ്മൾ തയ്യാറാണ്. ബുള്ളറ്റ് വേഴ്സസ് ബുള്ളറ്റാണ് വേണ്ടതെങ്കിൽ ബുള്ളറ്റിൻ്റെ രംഗത്ത് ഇന്ത്യ ഒരിക്കലും അടിയറവ് പറയേണ്ടി വന്നിട്ടില്ല. സോഡ് വേഴ്സസ് വീണ, കവിയുടെ വാക്യങ്ങൾ പോലും നമ്മൾ കേരളത്തിൽ കേട്ടില്ലേ? പടവാള് വിറ്റ് വീണ ഉണ്ടാക്കി അതിലും നമ്മൾ മുന്നേറുന്നു. അപ്പോൾ ബുള്ളറ്റ് വേഴ്സസ് ബുള്ളറ്റ്, പടവാളിനെ വേണമെങ്കിൽ പടവാള് ആയിട്ട് ആര് വന്നാലും അവരെ നേരിടാൻ സാധിക്കും. ഏത് കടന്നുകയറ്റക്കാരെയും ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. ആ അപൂർവമായ ബഹുമതിയുള്ള ഒരേ ഒരു രാജ്യത്തെ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കൂ, അത് ഈ ഭാരതമാണ്. ആ ഭാരതത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ, ആ സംസ്കാരത്തിൻ്റെ പേരാണ് ഹിന്ദുത്വം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേവലം പ്രസംഗങ്ങളിലോ വൈകാരികമായി മുദ്രാവാക്യം വിളിച്ച് കൈയടിക്കുന്നതല്ല, മറിച്ച് ഇതിൻ്റെ ആത്മാവ്, ഇത് ആത്മാവാണ്, ഈ നാടിൻ്റെ ആത്മാവാണ്. ആത്മാവിനെ കണ്ടെത്തുകയും ആ ആത്മാവിനെ മാനവരാശിക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടതായിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായ പല മാർഗങ്ങളുമുണ്ട്.
ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ 1897 ചൈനയിലെത്തിയപ്പോൾ പറഞ്ഞത്, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ മനസ്സിലെ അടിമത്തം നിങ്ങൾക്കൊന്ന് ഇറക്കി വയ്ക്കാമോ? നിങ്ങളെ അടിമകളാക്കാൻ കടന്നുകയറ്റക്കാരായ കൊളോണിയൽ സമൂഹം ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്ന അതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 50ാമത്തെ കൊല്ലം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് പറഞ്ഞത്. ചരിത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 1897 ഫെബ്രുവരി മാസം 21 22 ആണ് അദ്ദേഹം ഇത് ചെന്നൈയിൽ, അന്നത്തെ മദ്രാസിൽ പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 47 ഓഗസ്റ്റ് 15 നമ്മൾ പറയും. 47 ഓഗസ്റ്റ് 15 നമ്മൾ പറയുമ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചത് 1947 ഫെബ്രുവരി മാസം 21 തീയതി ആയിരുന്നു. ക്രാന്തദർശിയായ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ, ആ വാക്കുകൾക്ക് കാന്തിക ശക്തിയുണ്ട്. മാനവരാശിയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന രാഷ്ട്രമായി നമുക്ക് മാറാൻ സാധിക്കും. ആ മാറാനുള്ള ശ്രമത്തിൻ്റെ അടിത്തറയായി, ബേസായി അദ്ദേഹം പറഞ്ഞത് അടിമത്തത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിലെ അടിമത്തം മാറിയാൽ, അതിനെ ഇല്ലാതാക്കിയാൽ, എന്നോട് വിശ്വഗുരുസ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുമോ എന്നുള്ള വിഷയമാണ് ഒരു വിഷയമായി ഗോപാൽജി പറഞ്ഞത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വഗുരുസ്ഥാനത്ത് എത്തേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഭാരതം വിശ്വഗുരുവാണ്, മാനവരാശിയുടെ വഴികാട്ടിയാണ്. 2014 അധികാരമേറ്റെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗ മാനവരാശിക്ക് മുമ്പിലേക്ക് ഒരു ടെസ്റ്റ് കേസ് പോലെ അദ്ദേഹം അത് മുന്നോട്ട് വച്ചപ്പോൾ ആകെ 6-7 രാജ്യങ്ങളെ കലവറയില്ലാതെ പിന്തുണച്ചത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട്. ബാക്കി 90% രാജ്യങ്ങളും എതിരായിരുന്നു. പക്ഷേ ഇതാ 12ാമത്തെ കൊല്ലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഇന്ന് ലോകമെമ്പാടും, ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ലോകമെമ്പാടും യോഗ ഏറ്റവും സ്വീകരിക്കത്തക്കതായി മാറുകയും ചൈനയും പാകിസ്ഥാനുമൊക്കെ ഉൾപ്പെടെയുള്ള ഏതാനും രാജ്യങ്ങൾ ഒഴിച്ചാൽ ഐക്യരാഷ്ട്ര സംഘടനയും ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും യോഗ അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെയാണ് നരേന്ദ്രമോദി പറഞ്ഞ, അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ അംഗമായിരിക്കുകയോ പോവുകയോ ചെയ്ത ആളല്ല. ആ പടവുകളിലേക്ക് അദ്ദേഹം വന്നപ്പം ദണ്ഡ നമസ്കാരം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയാണ് എൻ്റെ വേദപുസ്തകമെന്ന് തോന്നത്തക്ക തരത്തിലെല്ലാം പറഞ്ഞ ആ പുസ്തകത്തെ കൂടി ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അന്ന് വൈകിട്ടത്തെ വാക്കുകളിൽ ഒരെണ്ണം തിരിച്ചുവരവെന്നാണ്. തിരിച്ചുവരവ്. ഈ രാജ്യം തിരിച്ചു വരും. നഷ്ടസ്മൃതികൾ, ആ നഷ്ടസ്മൃതികളിലെ ഒന്നൊന്നായി തിരിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിൻ്റെ വഴികാട്ടിയാക്കി മാറ്റും. ആരെയും കീഴടക്കാനല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അതിരുകൾ വിപുലീകരിക്കാനല്ല, മറ്റ് രാജ്യങ്ങളെ കീഴടക്കി അവിടെ നിന്നും നേട്ടങ്ങൾ കൊയ്തെടുക്കാനല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, വ്യത്യസ്തമായ വഴിത്താരകളിലൂടെ എത്തിപ്പെടുന്ന പ്രപഞ്ച സത്യം ഒന്നാണ്. ആ സത്യത്തെ കണ്ടെത്താനുള്ള നമ്മുടെ അഭംഗുരമായ ശ്രമമാണ്, യാത്രയാണ് ജീവിതം. അതുകൊണ്ട് പണക്കാരനായാലും ഞാനെന്ന ഭാവം, പണം അല്ലെങ്കിൽ അതൊന്നുമല്ല. അതിനപ്പുറത്ത് ഈ പ്രപഞ്ച ജീവിതത്തിൽ സത്യത്തിൻ്റെ വഴിത്താരയെ കണ്ടെത്താൻ നമുക്ക് എത്രമാത്രം സാധിക്കും? അതിനുവേണ്ടി ഹൃദയത്തിൻ്റെ കവാടങ്ങളെ തുറന്നിടുന്നു. ആനോഭദ്ര കൃതവോ എന്ന വിശ്വന്തക. ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം എനിവെയർ,
വി ആർ പ്രിപ്പയർഡ് ടു റിസീവ്. ഇത് സ്വീകരിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഈ നമ്മുടെ ഒരു സുവർണ കാലഘട്ടത്തെ ആയുധം കൊണ്ട്, അവരുടെ മേധാശക്തി കൊണ്ട് കവർന്നെടുത്ത് നമ്മളെ ഒന്നുമില്ലാത്തവരാക്കിയവരോട് അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ എന്നെപ്പോലൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർഗം വളരെ വ്യക്തമാണ്. ഷടനോട് ശാഠ്യം. അവിടെ നമ്മൾ ഗാന്ധിയൻ തിയറിയാണോ അതോ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിയറിയാണോ കരണീയമെന്ന ചോദ്യം ചോദിക്കുന്നവരോട് രണ്ടും ഒരുപോലെ സ്വീകരിക്കുന്ന ചരിത്രമുള്ള, സ്വാതന്ത്ര്യസമര ചരിത്രമുള്ള ഒരു നാടാണ് ഭാരതം. നേതാജി എന്താ പറഞ്ഞത്? യു ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം. നിങ്ങൾ രക്തം തരൂ, പോരാടാം, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രചോദന കേന്ദ്രം ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ചിന്താധാരയുടെ അടിവേരുകൾ എവിടെയായിരുന്നു? മറുഭാഗത്ത് ഗാന്ധിജി പറഞ്ഞു, സമാധാനത്തിൻ്റെ പാതയെ പറ്റുള്ളൂ, അഹിംസയെ പറ്റുള്ളൂ. ആ തിയറിയിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. അത് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും സ്വീകരിച്ച മാർഗത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ കാഴ്ചപ്പാടിൻ്റെ പേരാണ് ഹിന്ദുത്വം അഥവാ ഭാരതീയത എന്നുള്ളത്. നമുക്ക് ആരും അന്യരല്ല. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ഭരണാധിപനെയും നമ്മുടെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആത്യന്തികമായി പൈശാചികന്മാരായ ആളുകളെ നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുമോ? ഇന്ത്യ രാജ്യത്ത് നിന്ന് എപ്പോഴെങ്കിലും ശക്തനായ ഒരു രാജാവ് കടലുമെല്ലാം കടന്ന് അന്യരാജ്യങ്ങളിലേക്ക് പോയി അതിനെ കോളനിയാക്കാൻ, കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ മാർഗം ധർമ്മത്തിൻ്റെ മാർഗമാണ്. ആ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ആയുധധാരികളായ നമ്മുടെ ദൈവസങ്കല്പങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടുപേരും, ഗാന്ധിജി ആയാലും ശരി, അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയാലും, അവരുടെ ചിന്താധാരകളുടെ അടിക്കല്ലുകളായി സ്വീകരിച്ചത് സ്വാമി വിവേകാനന്ദനെയാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. വിവേകാനന്ദനോ അദ്ദേഹം ഒരിക്കലും ഒന്നിലും നെഗറ്റീവായിട്ടില്ല. നിങ്ങൾ വിവേകാനന്ദൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകൂ. ബ്രിട്ടീഷുകാരെ അദ്ദേഹം ഒരിക്കലും അപകീർത്തിപ്പെടുത്തുകയോ മോശക്കാരാക്കി അങ്ങനെ മുഖത്ത് കല്ലെറിയുകയോ ചെയ്തിട്ടില്ല. അതേസമയത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും വാർത്തെടുത്തത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർണ്ണമായ മെൻ മേക്കിംഗ് പ്രോസസ്, മനുഷ്യ നിർമ്മിതി നടത്തിയത് സ്വാമി വിവേകാനന്ദനാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, വിവേകാനന്ദൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഊർജം 1000 മടങ്ങ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് 16 വയസ്സ് തികയും മുമ്പ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ വിവേകാനന്ദൻ്റെ എല്ലാ കൃതികളും ഹൃദിസ്ഥമാക്കിയ, 16 വയസ്സ് വരെ അത് ഹൃദിസ്ഥമാക്കിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ICS വലിച്ചു കീറി ഇതാ അതിൻ്റെ മുഖത്തേക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണാങ്കണത്തിലേക്ക് ആർജവത്തോടെ എടുത്തിയാടാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ചിന്താധാരകളെയെല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ അദ്ദേഹം എല്ലാ പുസ്തകങ്ങളും, ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും എഴുതിയത്. ലോകത്ത് ഏറ്റവും നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്ന ഗാന്ധിജി ഏറ്റവും നല്ല ആലങ്കാരിക സാഹിത്യ ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും നിങ്ങൾ ഗാന്ധിജിയുടെ സാഹിത്യത്തിലൂടെ കടന്നുപോയാൽ എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് ആ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടുമുമ്പിൽ വരുന്ന
അമ്മമാർ, സഹോദരിമാർ, ആഭരണങ്ങൾ അദ്ദേഹത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരുടെ എണ്ണം എത്ര വരും? 90% വരുമോ? 50% വരുമോ? അതിൻ്റെ പഠനങ്ങൾ പറയുന്നു, അക്കാലത്തെ ഇന്ത്യക്കാരിൽ ഒരു 5% താഴെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്തു ചാടി പോകുന്നത്. സ്വത്ത് പോകട്ടെ, ജീവിതം പോകട്ടെ, ആരോഗ്യം പോകട്ടെ, കുടുംബം പോകട്ടെ, ഈ നാടിൻ്റെ മോചനം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മൂവ്മെൻറ്റ് മുന്നോട്ട് പോയത്. അതിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഇപ്പം സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാൻ ഇടയാക്കിയെന്നുള്ള വസ്തുത. ആ 5% ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ആളുകൾ വാർത്തെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. യുവാക്കൾ, പുതിയ തലമുറയിലെ യുവാക്കളിലേക്ക് ഇതെത്തിക്കാനുള്ള ദൗത്യത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എവിടെ പോകുമ്പോഴും, ഏത് യോഗങ്ങളിൽ പോകുമ്പോഴും ചെറുപ്പക്കാരെ ഉണ്ടോ ഇല്ലയോ നോക്കാറുണ്ട്. ഞാൻ ആരെയും പഴിക്കാനോ കുറ്റപ്പെടുത്താനോ ചെറുതാക്കാനോ അല്ല പറയുന്നത്. ആ തലമുറയിലേക്ക് ഇത് സന്നിവേശിപ്പിക്കാൻ സാധിക്കേണ്ടതല്ലേ? അതിന് സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിനുള്ള അശ്രാന്ത പരിശ്രമം, അതിനുവേണ്ട ബേസ്, അടിത്തറ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വിവേകാനന്ദനെ പറ്റി നിങ്ങളാരും നമ്മളെയൊക്കെ ചീത്ത പറയുമ്പോൾ എല്ലാവരും പരിഭ്രാന്തരാകും. ഞാനൊരിക്കലും സഫോൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വികാരഭരിതരാണ്. നിങ്ങൾ പേടിക്കണ്ട. ഇന്ത്യയുടെ ആത്മാവിനെ തട്ടി ഉണർത്താൻ ശ്രമിച്ച ആത്മീയ ശക്തികളെ എല്ലാം ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ല. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ബ്രിട്ടൻ്റെ അവരുടെ ഔപചാരികമായ അന്നത്തെ രേഖകളിലേക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, എ ടഫ് പൊളിറ്റീഷ്യൻ. ആരാണ്? ഗാന്ധിജിയോ ടാഗോറോ അല്ലെങ്കിൽ നേതാജി ഒന്നുമല്ല. വിവേകാനന്ദൻ, എ ടഫ് പൊളിറ്റീഷ്യൻ ഹു ടുക്ക് കവർ ഇൻ സഫോൺ റോബർ. കാവിയിൽ പൊതിഞ്ഞ് അതിനെ മറയാക്കി, അതിനെ കവറാക്കി, ടഫ് പൊളിറ്റീഷ്യൻ ഹു ടുക്ക് കവർ ഇൻ സഫോൺ റോബ്സ്. സഫോൺ കാവി. ഈ കാവിയുടെ മേലങ്കിയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ് സ്വാമി വിവേകാനന്ദൻ ആയിരുന്നു. ബ്രിട്ടീഷ് അധികൃതരുടെ അക്കാലത്തെ വിലയിരുത്തലെന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രേഖയിൽ ഒരാൾ ഉദ്ധരിച്ചത് ഞാൻ വായിക്കാനിടയായി. സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഇതാണ് എക്കാലത്തെയും സ്ഥിതി. പക്ഷേ നമ്മൾ ആരും ഉത്തരം കണ്ടെത്താത്ത ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കാം. എന്താ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1600-ലാണ്. 1600-ൽ വന്ന് 1835-ലാണ് മെക്കാളയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊപ്പോസൽ പോകുന്നത്. എന്തേ ബ്രിട്ടീഷുകാർക്ക് അവർ കോളനിയായി പോയ എല്ലാ നാടുകളെയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ, അല്ല 1-2 കൊല്ലങ്ങൾക്കുള്ളിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, ബ്രെയിൻ വാഷിംഗ് നടത്തി, അവരെ മുഴുവൻ റെഡ് ഇന്ത്യൻസിനുൾപ്പെടെ ആളുകളെ മുഴുവൻ മാറ്റിയെടുത്ത ആ മഹാശക്തിക്ക് 250 കൊല്ലം പരിശ്രമിച്ചിട്ടും 1858-ലെ ആദ്യത്തെ അവരുടെ വിദ്യാഭ്യാസ ആ ഏർപ്പാട് വരുന്നത് വരെ, നിയമം വരുന്നത് വരെ അവർക്ക് ഇന്ത്യയിലെ ജനങ്ങളെ മാറ്റിമറിക്കാൻ സാധിച്ചില്ല. ഇതെത്ര നമ്മൾ പഠിക്കേണ്ട വിഷയമല്ലേ? നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൊടുക്കേണ്ട വിഷയമല്ലേ? വൈ? അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഇപ്പോൾ പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്, ഹിന്ദുത്വത്തിൻ്റെ സ്വാധീനമാണ്. ഇവിടുത്തെ ഗ്രാമക്ഷേത്രങ്ങളുടെ യോജിപ്പിൻ്റെ ബിന്ദുക്കളെ കേന്ദ്രീകരിപ്പിക്കാൻ സാധിക്കുന്ന ഗ്രാമീണ ജീവിതത്തെ തട്ടിമറിക്കാൻ ബ്രിട്ടീഷുകാർ കഴിയാത്തത് കൊണ്ടാണ് 1858-ലെ ആ പുതിയ വിദ്യാഭ്യാസ പദ്ധതി വരുന്നത് വരെ
ഇന്ത്യയെ തൊടാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റിയാൽ മതി. ഈ അടിമത്തം നിങ്ങളുടെ മനസ്സിലേക്ക് കടക്കാതെ ഈ നാടിൻ്റെ ദേശീയതയെയും ഹിന്ദുത്വത്തെയും ഉള്ളിലേറ്റിക്കൊണ്ട് പോയാൽ മതിയെന്ന് ഉള്ളത് കൊണ്ടാണ് 1897 ഫെബ്രുവരിയിൽ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പ്രഖ്യാപിക്കാനായി ഇടയായത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ ഒന്നൊന്നായി എടുത്തു നോക്കൂ. ഗാന്ധിജിയുടെ കാര്യം ഞാൻ പറഞ്ഞു, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ നിങ്ങൾക്കെല്ലാം അറിയാം. വന്ദേമാതരത്തിൻ്റെയും മറ്റും ആ മഹാനായ വിപ്ലവകാരെ നമുക്കറിയാൻ സാധിക്കും. മഹർഷി അരവിന്ദൻ. ഇതൊക്കെ കുട്ടികളിലേക്ക് പഠിപ്പിക്കണ്ടേ? എവിടെ പഠിപ്പിക്കുന്നു? കരിക്കുലത്തിൽ എവിടെയാണ് ഇതിനൊക്കെ സ്ഥാനം? അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ അന്ധമായ ബ്രിട്ടീഷ് പ്രാന്തന്മാരായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ മഹർഷി അരവിന്ദൻ്റെ അച്ഛൻ 3 മക്കളെയും ബ്രിട്ടനിൽ കൊണ്ടുപോയി ഒരു സായിപ്പിൻ്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിപ്പിച്ച് ആ രീതിയിൽ അവരെയെല്ലാം ഏറ്റവും മോസ്റ്റ് മോഡേൺ സായിപ്പന്മാരാക്കി വളർത്താൻ ആഗ്രഹിച്ചു. അരവിന്ദനും ബംഗാളി വേണ്ടത്ര അറിയുമായിരുന്നില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ അവിടെ കൊണ്ടാക്കി. വളരേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകത കിട്ടി. അന്നത്തെ ICSകാരിൽ ഏറ്റവും കൂടുതൽ മിടുക്കനായതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയുഷ്കാലം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ അവരുടെ ചെലവിലാക്കാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഭാരതീയത, ആത്മാവിൻ്റെ അടിത്തട്ടിലെ ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ ഉജ്ജ്വലമായ വേരോട്ടവും തേരോട്ടവും, അതുകൊണ്ടാണ് ഏറ്റവും മിടുക്കനായി ICS പാസ്സായി അവസാന ദിവസം അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് അതുകൂടി പൂർത്തിയാക്കിയാൽ, ആ ധൈര്യം കൂടി കാണിച്ചാൽ അദ്ദേഹത്തിന് ICS കിട്ടുമായിരുന്നു. പക്ഷെ അന്ന് രാവിലെ സമർത്ഥനായ അരവിന്ദൻ്റെ മനസ്സിൽ നോ, എനിക്കിതിൻ്റെ ഭാഗമാകാൻ സാധിക്കില്ല, എനിക്കെൻ്റെ നാടാണ് വലുത്. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? കുതിരപ്പുറത്ത് കയറേണ്ട സമയത്ത് എനിക്ക് ഈ ICS വേണ്ട, ഞാൻ പോകുന്നില്ല തീരുമാനിച്ചു. അരവിന്ദനോടും വലിയ വിപ്ലവകാരിയെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തിയ ആ ഉഗ്രമായ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരെ ഏറ്റവും പേടിപ്പിച്ച വിപ്ലവകാരെ ആരായെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അരവിന്ദൻ എന്നാണ്. ആര്യസമാജം സ്ഥാപിച്ച ദയാനന്ദ ഭാരതിയും ദയാനന്ദ സരസ്വതി ഒക്കെ ഇത് നമ്മൾ നോക്കിയാൽ ഇവരെല്ലാം സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് ആ ആവേശത്തിൽ അവരുടെ ജീവിതം സ്വാതന്ത്ര്യത്തിൻ്റെ സരണിയിലേക്ക് വഴിതിരിച്ചു വിട്ടവരാണ്, പോരാടിയവരാണ്, ജീവിതം ആഹൂതി ചെയ്തവരാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ഗീവ് മീ ബ്ലഡ് എന്ന് പറഞ്ഞ നേതാജിയും ആ നേതാജി തന്നെയല്ലേ മഹാത്മാവായി ഗാന്ധിജിയെ ചിത്രീകരിച്ചത്? ആരാ? ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ നാട് രാഷ്ട്രം ഒന്നാമത്തേതാണ്. ആ രാഷ്ട്രം സടകുടഞ്ഞ് നിൽക്കുകയാണ്. ഇതെല്ലാ മേഖലകളിലും ഭാരതത്തിൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അതിൻ്റെ പ്രയാണത്തിന് മുമ്പിൽ ഒന്നൊന്നായി ലോകങ്ങൾ ഓരോന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മെഡിക്കൽ മേഖല, മരുന്നുൽപ്പാദനം, ഇത്രയും കാലം ആരുടെ കുത്തകയായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് പുതിയ നിയമം പാസ്സാക്കി എല്ലാവർക്കും തീരുവ പ്രഖ്യാപിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ട ഒരു മേഖല നമ്മുടെ മരുന്നുൽപ്പാദന വേദനയാണ്. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ ഡോക്ടർമാരെ നിർത്തി നോക്കിയാൽ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരിൽ 4-ാമത്തെ ആൾ ഇന്ത്യൻ വംശജനാണ്. ശാസ്ത്രം അതീശസ്ഥാനത്തെത്തുമ്പോഴും ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളെയും ഞങ്ങൾ ഒന്നിനുമെതിരല്ല. ശാസ്ത്രജ്ഞന്മാരെ സെമിറ്റിക് മതങ്ങൾ കൊന്നൊടുക്കി ഇല്ലാതാക്കിയെങ്കിൽ, അവരുടെ നാവുകൾ അരിഞ്ഞു വീഴ്ത്തിയെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരൂ ആനോഭദ്ര കൃതവോ എന്ന വിശ്വന്തക, ഏത് ചിന്തകളും വരട്ടെ,
സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം. അതുവഴി മാനവരാശിക്ക് മുഴുവൻ ഞങ്ങൾ വഴികാട്ടിയായി അവരെ സഹായിക്കും. കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഏതായാലും അതൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുകയാണ്. പക്ഷെ നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നോ? ഇപ്പം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പൈ തിയറി. ഞാൻ കണക്ക് പഠിച്ച ആളാണ്. ഞാൻ സ്കൂളിലേ കണക്ക് പഠിച്ചുള്ളൂ. അന്നേ മണ്ടനായിരുന്നു. ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയെങ്കിലും കടന്നു പോയ ആളാണ്. എനിക്ക് കണക്കറിയില്ല. പക്ഷെ ന്യൂട്ടൻ്റെ തിയറിക്ക് പകരം ഇന്ന് ലോകത്തിലെ 4-5 യൂണിവേഴ്സിറ്റികളിൽ ന്യൂട്ടൻ്റെ തിയറി നിങ്ങൾ അടിച്ചു നോക്കൂ. അല്പസമയം എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3.14 പൈ തിയറിയുടെ മാത്തമാറ്റിക്സ് അധ്യാപകരുണ്ടെങ്കിൽ പൈ തിയറിയുടെ വാല്യൂ എത്രയാ? 3.14, 3.14. 2 ഡിജിറ്റ് മാത്രമേ, 2 ഡെസിമൽ മാത്രമേ കണ്ടെടുക്കാൻ സാധിച്ചുള്ളൂ. ഇതാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇരിങ്ങാലക്കുടയിൽ അവിടെയുള്ളൊരു ചെറിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ മാധവൻ, ആ തിരുമേനി 15-ാം നൂറ്റാണ്ടിൽ, 17-ാം നൂറ്റാണ്ടിലാണ് ന്യൂട്ടൻ്റെ തിയറി വന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഡെസിമൽ 3.14 അല്ല 11 ഡെസിമൽ കൂട്ടിയാണ് എന്ന് വന്നിരിക്കുന്നു. നമുക്കറിയാൻ സാധിച്ചോ? കേരളത്തിൻ്റെ ഏതെങ്കിലും കരിക്കുലത്തിൽ ഇങ്ങനൊരാളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? ഇവിടെയാണ് അശോക് കുമാർ സാറ് വലിയൊരു അധ്യാപകനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. സാർ എനിക്കതൊന്നും അറിയില്ല. അങ്ങ് ഗൾഫിൽ പോലും പോയി പറന്നുപോയി ക്ലാസ് എടുത്തിരുന്ന ആളാണ്. മാത്സ് ഉണ്ടല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എത്ര വിസ്മയം നമ്മളിലാണ്, നമുക്കിടയിലാണ്. നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ആ പ്രക്രിയ ഏറ്റെടുക്കുന്നതിൽ നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഗോവയിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. എല്ലാ ഗ്രാമങ്ങളിലും പോയി. അപ്പോൾ ഒരു കൃഷകാത്രനായ ഒരു വയസ്സൻ ഗവർണറാണ്, കണ്ടു എന്നെ കണ്ടു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, സാറേ ഒരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വേണ്ടത്ര അറിയില്ല. അപ്പോൾ ഹിന്ദിയും എല്ലാം കൂടെ ഒപ്പിച്ചാണ് എൻ്റെ കൂടെയുള്ള ഓഫീസർമാരെല്ലാം വിശദീകരിച്ച് തന്നു. അദ്ദേഹം പറഞ്ഞു, വാമന വൃക്ഷകല. വാമനാരാ? വാമന വൃക്ഷകല. ജപ്പാൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾ ആണയിട്ട് പഠിക്കുന്ന വിഷയമുണ്ടല്ലോ, ചെടിച്ചട്ടിയിലൊക്കെ വരുന്ന ഇതിനെക്കുറിച്ച്. ലോകത്തെ ഏറ്റവും മാർക്കറ്റുള്ള ഒന്നാണ്. ചൈനയാണത് വിറ്റ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്. ഇന്ത്യക്ക് വട്ടപൂജ്യമാണ്. അതെവിടെ ഉണ്ടായി? 1400 കൊല്ലം മുമ്പ് ജപ്പാൻ്റെ ഒറിജിനാലിറ്റി ജപ്പാനിലാണെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ കുട്ടികളും ഇവിടെ ഇരിക്കുന്നതോടെ ഞാൻ പരീക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തിൽ അതിൻ്റെ പേരെന്താ? ബോൺസായി. ആ ബോൺസായിയെക്കുറിച്ച് ഞാൻ അവരുടെ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചു. എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചെല്ലാം മനസ്സിലാക്കിയൊരു പുസ്തകമുണ്ടാക്കി. അതിലാണ് വാമന വൃക്ഷകല. വാമനൻ ഷോർട്ട് ദൈവം അല്ലേ? വൃക്ഷം എല്ലാ ഭാഷയിലും ഒന്ന് തന്നെ. കല മീൻസ് ആർട്സ്. ഇന്ത്യയുടെ ആർട്ടായിരുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകം ഞാൻ എഴുതി, ഞാൻ പറഞ്ഞല്ലോ ബേസിക് നോളജ് ഇല്ല, പക്ഷെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി. നമ്മുടെ പ്രധാനമന്ത്രിക്കും സന്തോഷമായി. 5 കോപ്പി വേണമെന്ന് പറഞ്ഞ് അത് ഞാൻ കൊടുത്തയച്ചു. ഇന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകമാണ്, റിസർച്ച് സബ്ജക്റ്റാണ്. അപ്പം നമ്മുടെ നാട്ടിലിതില്ലേ? ഇത് കണ്ടെത്താൻ എന്നെപ്പോലെ ബോട്ടണി എന്ന് പറഞ്ഞ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്നറിയാത്ത എനിക്ക് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ശ്രേഷ്ഠരായ നിങ്ങൾക്കെല്ലാം എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഇത്തരം ഒട്ടേറെ മേഖലകളുണ്ട് ഗോപാൽജി. അതുമൊക്കെ കൂടി ഇതിൻ്റെ സബ്ജക്റ്റിലാക്കിയാൽ നന്നായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വൈകാരികതയിലല്ല വിശ്വസിക്കുന്നത്. മുഷ്ടിയേക്കാൾ ഹൃദയത്തിനാണ് പ്രാധാന്യം. ആ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചാൽ ഈ ഭാരതം സടകുടഞ്ഞെഴുന്നേറ്റ് ലോകത്തിൻ്റെ വഴികാട്ടിയാകും. അങ്ങ് എനിക്ക് എഴുതി തന്ന സബ്ജക്റ്റിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം ഇതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പറഞ്ഞത്. അതിന് നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കേണ്ടതുണ്ട്. ഇന്നത്തെ
വർത്തമാന സാഹചര്യം. ഒരു പ്രശ്നവുമില്ല. യെസ്, വി ക്യാൻ ഓവർകം. അതിന് ജനങ്ങളെ എല്ലാവരും ഒത്തൊരുമിച്ച് നിർത്തണം. സെമിറ്റിക് മതങ്ങളുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിൻ്റെ അപജയമെന്ന് ഞാൻ പറഞ്ഞാൽ വാർത്തയാകും. ഞാൻ അപജയം പറയുന്നില്ല. ഞാൻ നേരത്തെ സെൻസസിൽ കൂടി നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ഒരു സമൂഹമായി ലോകത്തിലെ പല രാജ്യങ്ങളും മാറുമ്പോൾ എന്തുകൊണ്ട് ഇത് ചിന്തിക്കാനും മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോ മേഖലകളും അങ്ങനെയാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പം തന്ത്രം. ഇപ്പം എന്നെ അവിടെ കൊണ്ടുപോയി ഗോപാൽജി എന്നെ കൊണ്ടൊരു പൂജ ചെയ്യിച്ചു. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവിടെ അനുസരിച്ചു. വാട്ട് ഈസ് തന്ത്ര? തന്ത്രം എപ്പോഴാണ് തന്ത്രശാസ്ത്രമായത്? ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തെ മാറ്റിമറിക്കാൻ, മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനെത്തിയ ബ്രിട്ടീഷുകാരെ പറ്റി സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവരെല്ലാം അവസാനം ഈ മഹത്തായ ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതിൻ്റെ ശാസ്ത്രീയവശത്തിനും വഴിപ്പെട്ടപ്പോഴാണ് നമ്മുടെ തന്ത്രം എന്ന് പറയുന്ന പൂജാവിധികളിൽ അത് തന്ത്രശാസ്ത്രമായത്, സയൻസായത്. അതറിയണമെങ്കിൽ സർ ജോൺ വുഡ്രൂഫിൻ്റെ 11 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെ ചിത്രമാണിപ്പോൾ എല്ലാവരും. കുണ്ടലിനി ശക്തിയുടെ ചിത്രം കാണുന്നത്, ആ ചിത്രം വരച്ച ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കുന്നു, ആരുടെ ചിത്രമാണ്? ഹൈക്കോടതിയിലെ ജഡ്ജിയായി വന്ന മനുഷ്യൻ ഇവിടുത്തെ തന്ത്രശാസ്ത്രം കണ്ടത് പ്രാക്ടീസ് ചെയ്യാൻ പോയി. അദ്ദേഹം വരച്ചതാണ് നമ്മൾ കുണ്ടലിനി ശക്തിയുടെ ഈ ഇവിടെ നിന്നും മൂലാധാരത്തിൽ നിന്നും ഈ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ആ ചിത്രമെന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി ആ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, നിങ്ങൾ ഈ മെറ്റെ കിടന്നാലൊന്നും ഉച്ചാരണ ശുദ്ധി കിട്ടില്ല എന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ അന്നത്തെ സുപ്രീം കോടതി എന്ന് പറയാവുന്ന ആ കോടതിയിലെ ജഡ്ജി നിലത്ത് പായ് വിരിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ചാണ് അദ്ദേഹത്തിന് 11 പുസ്തകങ്ങൾ വന്നത്. ആ പുസ്തകങ്ങൾ വായിച്ച എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം, ഒരാളും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ മരിച്ചു, മറക് ഡെയ്സ്കസ് എന്ന് പറയുന്ന ആൾ മോഹൻലാലിൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാം. ഒരു 2 മാസം മുമ്പാണ് മരിച്ചത്. ഒരു പത്രത്തിലും വാർത്ത വന്നില്ല. മോഹൻലാൽ ഇട്ട പോസ്റ്റിൽ അദ്ദേഹം ദിവഗ്ധനായെന്ന് കണ്ടപ്പോൾ ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കാശ്മീരി ശൈവമാണ് തന്ത്രശാസ്ത്ര, കാശ്മീരി ശൈവം. അതുപോലെ തന്നെ ബംഗാളി മാർഗം, കേരളത്തിൻ്റെ മാർഗം, ഇതെല്ലാം ആദിശങ്കരനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സമന്വയിപ്പിച്ചില്ലേ? വേദാന്തമാണോ വേണ്ടത്, ക്ഷേത്ര ആരാധനാക്രമമാണോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടിനെയും അദ്ദേഹം കൂട്ടിച്ചേർത്തില്ലേ? എത്ര വിശാലമായി ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവികരെല്ലാം ചെയ്തത്. ആദിശങ്കരൻ്റെ ജൈത്രയാത്രയിൽ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പണം വാങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജാവിൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ടാണോ അദ്ദേഹം യാത്ര ചെയ്തത്? അതിനെ ജൈത്രയാത്ര എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഭാരതവർഷം, ഞാനതുകൊണ്ടാണ് പറഞ്ഞ് നേഷൻ ഫസ്റ്റ്, രാഷ്ട്രമാണ് ഒന്നാമത്തേത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വേദാന്തവും തന്ത്രവും എല്ലാം വേണം. ഞാനിവിടെ പറഞ്ഞ ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാട് അത് ക്ഷേത്രാരാധനയുടെ അതിനെ അംഗീകരിക്കാതെ വേറൊന്നിലേക്ക് പോയതാണ്. പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് അത് തീർച്ചയായും ദയാനന്ദ സരസ്വതിയുടെ ഈ മാർഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം പറയുന്നു, വൈക്കത്തെ സത്യാഗ്രഹത്തിൽ പോലും ഇതൊന്നും പറയാൻ ആളുകളാലും ഇല്ലാത്ത നാടാ കേരളം. വൈക്കം സത്യാഗ്രഹത്തിൽ പോലും പണം ഒഴുകിയെത്തിയത് ലാഹോറിലെ ആര്യ സമാജത്തിൽ നിന്നായിരുന്നു. 2000 രൂപ ആദ്യത്തെ ഘട്ടമായി
അന്നത്തെ സമരത്തിന് വേണ്ടി സ്വീകരിക്കാൻ സാധിച്ചു. അവിടുത്തെ ഭോജനശാല പഞ്ചാബികളുടേതായിരുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്ന കേരളം? കഴിഞ്ഞ ഡിസംബറിൽ ഒരാളും മിണ്ടാനുണ്ടായോ കേരളത്തിൽ? ഇതെല്ലാം ചെയ്തത് തമിഴ്നാട്ടിലെ, ഞാൻ പേരൊന്നും പറഞ്ഞ് ആരും അപമാനിക്കുന്നില്ല, തമിഴ്നാട്ടിലെ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞ് പ്രതിമ സ്ഥാപിച്ച് 2 മുഖ്യമന്ത്രിമാർ ഒന്നിച്ചു വന്നിട്ട് അതിന് ഉദ്ഘാടനം നടത്തിയപ്പോൾ തെറ്റാണ് ശരിയല്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായോ? ഇവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബ്രിട്ടീഷുകാരുടെ ആധിപത്യകാലത്ത് പോലും വെല്ലുവിളികളെ നേരിട്ടവർക്ക് തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരാൾ, അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റമാണ് അത്. 2ാം ഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം അവിടെ തമിഴ്നാട്ടിലെ ബഹുമാന്യനാണ്. ഞാനതുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താവാണ്, പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് അത് ചെയ്തപ്പോൾ അരുതേ എന്ന് പറയാൻ ശ്രീനാരായണ ഗുരുദേവനാണ് അത് ചെയ്തത്, അതിൻ്റെ തുടക്കക്കാരനെന്ന് പറയാൻ, അതിനെ തുടർന്ന് മാധവൻ്റെ ചിന്താധാരകൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, ടി കെ മാധവൻ, എവിടെ നിന്നാണ് മന്നത്ത് പത്മനാഭൻ അതിൻ്റെ സമരനായകനായി കേരളം മുഴുവൻ യാത്ര ചെയ്തത്, എവിടെ നിന്നാണ് നമ്മുടെ കന്യാകുമാരിയിൽ നിന്നും റെഡ്ഡിയാരുടെ നേതൃത്വത്തിൽ ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി സവർണജാഥ നടത്തിയത്. ഇത്തരം ചരിത്രങ്ങൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ആരുണ്ടെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിലെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉപജ്ഞാതാവ് ആ പറഞ്ഞ ആളാണെന്ന. ഗവർണറായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ ഗവർണർ സ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് ഇത് വിശദമായിട്ട് പറയാം. പറയുന്നത് തമിഴ്നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? അവരെന്നെ കൊല്ലില്ലേ? അന്ന് വന്നതിൻ്റെ വേറെ രഹസ്യം കൂടെ ഉണ്ട്. 2ാം ഘട്ടത്തിൽ അദ്ദേഹം വന്നു. കെ പി കേശവമേനോൻ അങ്ങനെയുള്ള ആളുകളെല്ലാം ജയിലിലായപ്പോൾ ആളില്ല. അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരൊരാളായിരുന്നു. അദ്ദേഹം വന്ന് അദ്ദേഹം അറസ്റ്റ് വരിച്ചു. ഞാൻ അദ്ദേഹത്തെ മോശമൊക്കെ ഒന്നും പറയുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിലെ കരിക്കുലത്തിൽ ആ മഹത്തായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സൃഷ്ടാവ് തമിഴ്നാട്ടുകാരനായ ആളാണെന്ന് പറയുമ്പോൾ അത് ചരിത്രത്തെ കുത്തി കീറലാണ്, തമസ്കരിക്കലാണ്. അതിനെതിരെയാണ് ശബ്ദമുയർത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു മൂർഖൻ പാമ്പിനെയും ഒരു വേറൊരു സമുദായത്തെ, ഒരു ഉന്നത സമുദായത്തെയും കണ്ടാൽ അവരെ ഉടൻ അടിച്ചു കൊല്ലണം പാമ്പിനേക്കാൾ മുമ്പെന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ നാക്കിലൂടെ ഞാനിപ്പോൾ അത് പറയുന്നില്ല. അതും നവോത്ഥാനമാണല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ നവോത്ഥാനത്തിൻ്റെ ഫലമാണ് മധുരയിൽ ഇന്നും മതിലാണ്. ആ മതിൽ അവിടെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അവർണരും സവർണരും ഒക്കെ. അതിൻ്റെ വലിയ തിയറിയിലേക്കൊന്നും എനിക്കറിയാമെങ്കിലും ഞാൻ പോകുന്നില്ല. ഇന്നും മധുരക്കടുത്ത ഗ്രാമങ്ങളിൽ, ആ ഗ്രാമങ്ങളിൽ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞവരൊക്കെ ചിരട്ടയിലും, ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്നവർക്ക്, ഉയർന്ന ജാതി ബ്രാഹ്മണരാരും അവിടെ ഇല്ല കേട്ടോ. 4% ആളുകളുണ്ടായിരുന്നു മൂർഖമ്പാമ്പനെ അടിക്കുന്ന പോലെ പീഡിപ്പിച്ചപ്പം. അവരെല്ലാം പോയി. അവരായിന്ന് ലോകത്തിലെ നല്ല ശാസ്ത്രജ്ഞന്മാരായിട്ട് അമേരിക്കയിലും അതുപോലെ തിരുവനന്തപുരത്തും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം, ലോക്കൽ ബോഡിയിലൊക്കെ മത്സരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും അങ്ങനെ വന്ന ആൾക്കാർ. ഇതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ? അരുതെന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? ഞാനതുകൊണ്ട് ഇതിന് തൊട്ടുമുള്ള യോഗത്തിൽ ബിനോയ് വിശ്വം പങ്കെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ബിനോയ് ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ പറയണമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതേ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനതവിടെ പറഞ്ഞില്ല. അന്നത്തെ ആ ഇല്ലമാണ് മദ്യ തൊഴിലാളികളുടെ വൈക്കത്തെ ഓഫീസ്. ആ ഇല്ലത്താണ് ബിനോയിയുടെ അച്ഛൻ, ഏറ്റവും പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അവിടെയാണ് ശവസംസ്കാരം നടത്തിയത്. ബിനോയ് പറഞ്ഞ് ശ്രീധരൻപിള്ള ഈ പ്രസ്താവന പിൻവലിച്ച്, ഞാൻ മാതൃഭൂമിയുടെ ഈ ബുക്കറൊക്കെ ഇതിൻ്റെ ഒരു സൂചന കൊടുത്തിരുന്നു, അതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ അത് പിൻവലിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ചരിത്രത്തിൽ വസ്തുതകളെ ചകഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഏകീകരിച്ചാൽ ഹിന്ദുത്വത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ നേട്ടം അതായിരിക്കുമെന്ന് കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എത്രയെത്ര സംഭവങ്ങൾ
നമ്മുടെ നാട് ഉണരുകയാണ്. ഓരോ ചലനങ്ങളിലും ഓരോ സൂക്ഷ്മ സ്പന്ദനങ്ങളിലും ഇന്നത്തെ വർത്തമാന ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമിനും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇതിലാണ്. അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങളെ ഇന്ത്യൻ പട്ടാളത്തിന് തീർച്ചയായും എന്ത് തീരുമാനമെടുത്താലും നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭംഗുരം നമ്മുടെ ഈ ജൈത്രയാത്ര മുന്നോട്ട് പോകും. ഞാൻ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകളെങ്കിലും, എല്ലാവരും ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഗ്രാമത്തിൽ 4-5 ചെറുപ്പക്കാർ കുട്ടികളെ നിങ്ങൾക്കിതൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അതുകൊണ്ടാണ് പരമപൂജനീയ ഡോക്ടർജി പറഞ്ഞത് 2-3-4 സ്വയം സേവകർ ഒരു നല്ല ഗ്രാമത്തിലുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ ഇടയായത്. അതുകൊണ്ടാണ് ഈ ശ്രമം ഗോപാൽജിയും അദ്ദേഹത്തിൻ്റെ ടീമും എല്ലാ കാലത്തും നടത്തി വരുന്നതാണ്. ഭയങ്കര അശ്രാന്ത പരിശ്രമമാണ്. 3 ഗവർണർമാർ വരുമെന്ന് പറഞ്ഞു, ഞാൻ മാത്രം വന്നു എന്ന് പറഞ്ഞ് എന്നോട് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചതാണ്. അവർക്കൊക്കെ അവരുടെ അസൗകര്യങ്ങളുണ്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നാളെ കേരള ഗവർണർ വരാത്തതിൻ്റെ കാരണം നാളെ നാഷണൽ മോർണിംഗ് ഡേ ആണ്. ആ മോർണിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ശ്രമിച്ചു നോക്കുക, അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ശ്രമിച്ചു നോക്കുക. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇന്ന് രാജഭവനിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതായാലും ഈ ശ്രമങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെയും പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഇപ്പോഴിറങ്ങിയ വില്യം ഡാൽഡ്രൈൻ്റെ പുസ്തകം ഹൗ ഏൻഷ്യൻ്റ് ഇന്ത്യ ട്രാൻസ്ഫേഴ്സ് ദ വേൾഡ്, ലോകത്തെ എങ്ങനെയാണ് നമ്മുടെ പ്രാചീന ഭാരതം സമ്പുഷ്ടമാക്കിയത്, മാറ്റിമറിച്ചതെന്നുള്ളതിനെപ്പറ്റി ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ചരിത്രകാരൻ, വസ്തുനിഷ്ഠതകൾ പഠിക്കുന്ന ആൾ എഴുതിയ പുസ്തകം. അതിൻ്റെ അകത്ത് അദ്ദേഹം കൊടുത്ത പേര് എങ്ങനെ ലോകത്തെ മാറ്റിമറിച്ചു, ദ ഗോൾഡൻ റോഡ്. ആ ഗോൾഡൻ റോഡ് ഉള്ളത് ഇന്ത്യക്ക് മാത്രമായിരുന്നു. ഗോൾഡൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ലോകമെമ്പാടുമുള്ള സഞ്ചാരപാതകളും നമ്മുടെ മുന്നേറ്റവും നമ്മുടെ ബിസിനസ്സുമാണ് മാനവരാശി അന്ന് ഏറ്റവും അത്യുജ്വലമായ രീതിയിൽ 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിൽ നിർത്തിയിരുന്നത്. അതിനെ ബ്രിട്ടീഷുകാർ കേവലം വിളിച്ച സിൽക്ക് റൂട്ട് എന്നായിരുന്നു. അത് മാറ്റിമറിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എഴുതിയ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കാണുകയാണ്. നമ്മുടെ പ്രാചീനം ലോകത്തിൻ്റെ 23 മുതൽ 28% വരെ ബിസിനസ്സിനെ നമ്മുടെ അവിഭക്ത ഇന്ത്യ നിയന്ത്രിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നും നമ്മളെ കുത്തുവാള എടുപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ ഇന്ന് തള്ളിമാറ്റി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് ഒരു നേട്ടമുണ്ട്. ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്നു. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ നമ്മൾ 4ാമത്തെ ശക്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വേണ്ട 5 ആക്കാം. 5ാമത് നമ്മൾ എത്തുമ്പം ആരെയാ തള്ളിമാറ്റി 6ാമത്തെ 7ാമത്തെ സ്ഥാനത്തേക്ക് തള്ളിമാറ്റിയെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളെ അടക്കി വാണ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ തകർക്കാൻ മസ്തിഷ്കം പ്രക്ഷാളനം ഉൾപ്പെടെയെല്ലാം നടത്തിയ ബ്രിട്ടനെ 6ാമത്തെ 7ാമത്തെ സ്ഥാനത്തേക്കാക്കി 4ാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കുന്നു. അതുകൊണ്ട് ഭാവി നമ്മുടെ കൈകളിലാണ്. നമ്മൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തണം, അതിൻ്റെ പ്രവർത്തന മേഖലകൾ വ്യാപിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞത് സതുദ്ദേശത്തോടെയാണ്. തീർച്ചയായും ആരെയും കുറച്ച് കാണാനല്ല, എല്ലാവർക്കും സ്നേഹം വാരി വിതറിക്കൊണ്ട് നമ്മുടെ ഈ മുന്നേറ്റം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ബുള്ളറ്റ് വേഴ്സസ് ബുള്ളറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത്, ഷടനോട് ശാഠ്യം. എല്ലാ ഉപായവും നമ്മൾ ശ്രമിക്കും. പറ്റില്ലെങ്കിൽ ആ ഷടിക്കുന്നവൻ അവനോട് ശാഠ്യത്തിൻ്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. EduBix ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.